ലോസ് ആഞ്ചലസ് കാട്ടുതീയിൽ മരണസംഖ്യ ഉയരുന്നു. ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 16 ഉയർന്നതായി LA മെഡിക്കൽ ബോർഡ് ശനിയാഴ്ച അറിയിച്ചു. കാലിഫോർണിയയിലെ കാട്ടുതീകളിൽ ഏറ്റവും വിനാശകരമായ പാലിസേഡ്സ് ഈറ്റൻ അഗ്നിബാധകളിലാണ് മരണസംഖ്യ ഉയരുന്നത്. ലോസ് ഏഞ്ചൽസ് മെഡിക്കൽ ബോർഡിന്റെ രേഖകൾ പ്രകാരം പാലിസേഡ്സ് തീപിടുത്തത്തിൽ 5 പേരും ഈറ്റൺ തീപിടുത്തത്തിൽ 11 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 10 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിയാനായത്. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതിനനുസരിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ വീടുതോറും തെരച്ചിൽ നടത്തിവരികയാണ്. ഈ സാഹചര്യത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി പാലിസേഡ്സ് കാട്ടുതീ ശനിയാഴ്ച ദിശ മാറിയിരുന്നു. വടക്കു കിഴക്ക് ദിശയിൽ ബ്രെന്റ്വുഡ്, സാൻ ഫെർണാൻഡോ മേഖലകളിലേക്കാണ് കാട്ടുതീ വ്യാപിച്ചത്. പ്രമുഖ ഹോളിവുഡ് താരം അർണോൾഡ് ഷ്വാസ്നേഗർ, സിഡ്നി ചീഫ് എക്സിക്യൂട്ടീവ് ബോബ് ഈഗർ, NBA താരം ലെബ്രോൺ ജെയിംസ് എന്നിവരുടെ താമസ സ്ഥലങ്ങൾ അടങ്ങുന്ന മേഖലയാണിത്. വാൻ ഗോഗ് അടക്കം പ്രമുഖ ചിത്രകാരന്മാരുടെ 1,25,000-ലധികം അതുല്യ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഗെറ്റി സെന്റർ മ്യൂസിയവും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച മേഖലയിലുള്ളതാണ്. 14,000 ഏക്കറിൽ പടർന്ന ഈറ്റൻ കാട്ടുതീ 14%, 23,000 ഏക്കറിലേക്ക് പടർന്നു പിടിച്ച പാലിസേഡ്സ് കാട്ടുതീ 11%-ഓളവും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതേസമയം കാട്ടുതീ വ്യാപനത്തിന് ആക്കം കൂട്ടിയ സാന്റ ആന ഉഷ്ണക്കാറ്റ് ഞായറാഴ്ചയോടെ കൂടുതൽ ശക്തിയാർജിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.